ഇനി നമ്മൾ എക്സലിൽ പഠിക്കാൻ പോകുന്നത് ഓട്ടോ ഫിൽ എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. എക്സലിൽ വളരെ ആവശ്യമുള്ള നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഓട്ടോമാറ്റിക് ഫില്ലിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഡേറ്റ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിന് നമ്മളുടെ ഡേയ്സ് ടൈപ്പ് ചെയ്യാൻ പോകും. അപ്പം നമ്മൾ ഡേയ്സ് തുടങ്ങുന്നത് സൺഡേ, അത് കഴിഞ്ഞ് മൺഡേ, ഓക്കെ, ഇനി ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ പോകും. പക്ഷേ എക്സലിൽ നമുക്ക് ഓരോന്നും ടൈപ്പ് ചെയ്യേണ്ട ഇങ്ങനത്തെ സീക്വൻസ് അല്ലെങ്കിൽ സീരീസ് ഉള്ള കേസുകളിൽ നമ്മൾ ഈ 2 സെല്ലിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർണറിൽ നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു ഫില്ലിംഗ് ഹാൻഡിൽ വരും. അതായത് ഓട്ടോ ഫിൽ ഹാൻഡിൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഈ 2 സെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ബോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ കണ്ട ഒരു ക്രോസ് പോലെ മാറും. അതിനുശേഷം ഈ ഓട്ടോ ഫിൽ ഹാൻഡിലെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ സൺഡേ, മൺഡേ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതിനാണ് ഓട്ടോ ഫിൽ എന്ന് പറയുന്ന പരിപാടി. ഇത് സീക്വൻസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ സീരീസ് ആയിട്ട് വരുന്ന എന്തിനും പറ്റും. വേറൊരു ഉദാഹരണം നോക്കിയാൽ ജാനുവരി, അടുത്ത് ഫെബ്രുവരി ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഓട്ടോ ഫിൽ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഫെബ്രുവരി ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് നിങ്ങളെ കാണിച്ചേക്കുന്നത് കണ്ടോ. അതായിരിക്കും ഇനി ഇതിവിടെ വരാൻ പോണത്. നമ്മൾ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി വരും. ഇനി നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് താഴോട്ട് എത്രമാത്രം നമ്മൾ ഹോൾഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡിസംബർ കഴിഞ്ഞ് വീണ്ടും ജനുവരിയിലേക്ക് പോയി. ഇതൊരു നമ്പറിൻ്റെ കാര്യത്തിലും ശരിയാണ്. 1, 2, 3, 4 എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ താഴേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ സീക്വൻസ് വരും. ഇനി നമുക്ക് ഈവൻ നമ്പർ മാത്രം ഇതുപോലെ ടൈപ്പ് ചെയ്യണമെങ്കിൽ അതും നടക്കും. ഇപ്പം നമുക്കറിയാം 2ൻ്റെ ഇൻക്രിമെൻ്റാണ് 2, 4, 6. അടുത്ത് സ്വാഭാവികമായിട്ടും 8, 10, 12 എന്ന് പറഞ്ഞു പോകും. ഇത് കാണോ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓട്ടോ ഫില്ലും ഓട്ടോ ഫില്ലിൻ്റെ ഹാൻഡിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി ഇത് താഴോട്ട് മാത്രമല്ല, ഇത് മുകളിലോട്ടും നമുക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യും. ഇപ്പം 2, 4, 6, 8 എന്നുള്ളതിന് ഞാൻ പിടിച്ചതിന് ശേഷം ഈ ഹാൻഡിൽ ഹോൾഡ് ചെയ്തിട്ട് മുകളിലോട്ട് ചെയ്താലോ, ഇത് കണ്ടോ അതിൻ്റെ മൈനസ് വേർഷന് നമുക്ക് കിട്ടും. ഈ രസകരമായ സംഗതി റൈറ്റ് ആൻഡ് ലെഫ്റ്റും വർക്ക് ചെയ്യും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ മാർച്ച്, ഏപ്രിൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ മാർച്ച്, ഏപ്രിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ഓട്ടോ ഫിൽ ഹാൻഡിൽ ഹോൾഡ് ചെയ്യുന്നു. അതിനുശേഷം പുറകോട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് ഇതുപോലെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുമ്പോട്ട് പോകും. ഇനി അതുപോലെ ഞാൻ റൈറ്റിലോട്ട് ഹോൾഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്താലും മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എനിക്ക് കിട്ടും. ഇനി ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, എനിക്കൊരു കസ്റ്റം ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിനെ ഇതുപോലെ എനിക്ക് ഹോൾഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ എൻ്റെ ഒരു ലിസ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഈ ലിസ്റ്റിനെ എനിക്ക് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഹോൾഡ് ചെയ്ത് ഫില്ല് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിന് ഫയൽ, ഓപ്ഷൻസ്, അതിനുശേഷം അഡ്വാൻസ്ഡിൽ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം ലിസ്റ്റ് ചെയ്യാം. ഇവിടെ എഡിറ്റ് കസ്റ്റം ലിസ്റ്റ്. ഈ എഡിറ്റ് കസ്റ്റം ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ലിസ്റ്റ് കണ്ടോ, സൺഡേ, മൺഡേ ഇതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി എല്ലാ ലിസ്റ്റും നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇനിയിപ്പോൾ ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് പറ്റും. ഇപ്പം നമുക്കിതിവിടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് MS ഓഫീസ് എക്സൽ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. അതിനുശേഷം ഈ ഹാൻഡിലിൽ പിടിച്ച് താഴോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, സർവേ വന്നു കഴിഞ്ഞു, ഇംഗ്ലീഷ് വന്നു കഴിഞ്ഞു, MS വേർഡും വന്നു കഴിഞ്ഞു. ഇത് വീണ്ടും റിപ്പീറ്റ് ആവും. അപ്പോൾ നമുക്കൊരു കസ്റ്റം ലിസ്റ്റും ഇതുപോലെ ഉണ്ടാക്കാം എന്നുള്ളതും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ കസ്റ്റം ലിസ്റ്റിനെ ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഫയൽ, ഓപ്ഷൻസ്, അഡ്വാൻസ്ഡ്, അതിൻ്റെ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ കസ്റ്റം ലിസ്റ്റിലേക്ക് പോയാൽ ഇതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. ഇത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഫോർമുല നോക്കിയപ്പോഴും പഠിച്ചായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ =5 + 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 15 വന്നു. നേരെ ഓട്ടോ ഫിൽ ചെയ്യാൻ നമുക്ക് താഴോട്ട് ഈ ഓട്ടോ ഫിൽ ഹാൻഡിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ കാണിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റി. എക്സലിൽ നമ്മൾ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷനാലിറ്റിയാണ്. ഇനി ഇതേ ഈ ഓട്ടോ ഫില്ല് നമുക്കിവിടെ ഈ ഹോം ബാറിൽ ഇതുണ്ട്, ഫിൽ എന്ന് പറയുന്ന ഒരു മെനുവിലുണ്ട്. ഇതേ ഫംഗ്ഷൻ തന്നെ നമുക്ക് ഇവിടെ നിന്നും ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു ഡേറ്റ് എൻ്റർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 01/03/2004 എന്ന് പറയുന്നൊരു ഡേറ്റ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ
ഈ ഡേറ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് ഓട്ടോ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം സെക്കൻഡിലേക്ക് പോയി. വീണ്ടും ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻക്രിമെൻ്റ് ആയിട്ട് 2, 3, 4, 5 എന്നും പറഞ്ഞ് വരും. ഞാനത് ഡിലീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് പിന്നെ ഈ മെനു ഒന്ന് ഉപയോഗിച്ച് നമുക്ക് ഇതേ ആക്ഷൻ ചെയ്യാം. അതിന് ഞാനത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, ഫില്ലിൽ വരുന്നു, സീരീസിൽ വരുന്നു, ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ 1, 2, 3, 4 ജസ്റ്റ് ഫില്ല് ചെയ്യും. അപ്പം നമുക്ക് വേണ്ട ഡിസൈഡ് സെല്ലിൽ മാത്രം അത് ഫില്ല് ചെയ്ത് തരും. ഇവിടെ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് വേണേൽ ട്രൈ ചെയ്യാം. ഇവിടെ സീരീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് വാല്യൂ കണ്ടോ 1 എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് ഓരോ ഡേ അനുസരിച്ചാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അത് മാറ്റി 2 ആക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ 1, 3, 5, 7 2 ദിവസത്തെ വാല്യൂ വെച്ചാണ് ഇപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്തേക്കുന്നത്. അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിൽ മെനു ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ ചെയ്യാം എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. താങ്ക് യു.